ഇതെന്താ ഇപ്പം ഇതെങ്ങനെ? എങ്ങനെയെങ്കിലും ഒരു നല്ല കോഴ്സ് എടുത്ത് നാട്ടിൽ നിന്ന് മാറി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കണം, കരിയർ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കണം എന്നൊറ്റ ചിന്തയിൽ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് അയർലൻഡിലെത്തിയ ആളാണ് ഞാൻ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി ഓടുമ്പോൾ സാക്രിഫൈസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നാട്ടിലായിരുന്നപ്പോൾ ഊണിലും ഉറക്കത്തിലും എൻ്റെ മനസ്സ് ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിൽ സെറ്റിലാവുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴോ എൻ്റെ മനസ്സ് ഫുൾ ടൈം നാട്ടിലാണ്. ശരിക്കും അങ്ങനെ ഒരു മിസ്സിങ് നല്ലതാണ്. നമ്മുടെ ലൈഫിൽ അറ്റ്ലീസ്റ്റ് മിസ് ചെയ്യാനുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ. അതൊരു വേദനയൊന്നുമല്ല, പക്ഷെ നെഞ്ചത്ത് കുറച്ച് കല്ല് പെറുക്കി വെച്ചേങ്ങനെ ഉണ്ടാവും. ഒരു ഭാരം, ഹെവിയല്ല, പക്ഷെ എന്തോ ഒരു ചെറിയ ഭാരം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആ ഭാരം കുറച്ച് കൂടി വരും. വിച്ച് മീൻസ് വി മെറ്റ് ലോട്ട് ഓഫ് ഗുഡ് പീപ്പിൾ ഇൻ അവർ ലൈഫ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ലൈഫിൽ കരിയറിന് പ്രയോറിറ്റി കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് നല്ല മനുഷ്യരെയും കൂടെ കൂട്ടിക്കണം. നമുക്ക് സ്നേഹിക്കാനും നമ്മളെ സ്നേഹിക്കാനും കുറച്ച് പേര്. ഈ ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് കുറച്ച് നേരം ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഓർമ്മിക്കാൻ കുറച്ച് നല്ല മനുഷ്യർ നമ്മുടെ ലൈഫിലുള്ളത് ഒരുപാട് നല്ലതാണ്.